കായംകുളം എബനേസർ ആശുപത്രിയിൽ പനിയെ തുടർന്ന് കഴിഞ്ഞ ദിവസം ചികിത്സയ്ക്കെത്തിയ അഡ്മിറ്റായ 9 വയസ്സുകാരി മരിച്ചതിനെ തുടർന്നാണ് ബന്ധുക്കളും നാട്ടുകാരും പ്രതിഷേധവുമായി എത്തിയത്. കായംകുളം കണ്ണമ്പള്ളി ഭാഗം ചക്കാലത്തറയിൽ അജിത്തിൻ്റെയും ശരണ്യയുടെയും മകൾ ആദിലക്ഷ്മിയാണ് മരിച്ചത്. കുട്ടിയുടെ മരണത്തിന് കാരണം ചികിത്സാപ്പിഴവാണെന്ന് ആരോപിച്ചാണ് ബന്ധുക്കളും നാട്ടുകാരും ആശുപത്രിയിൽ പ്രതിഷേധവുമായി എത്തിയത്. ഒരു പനി വന്ന് പനിയെ തുടർന്ന് വയറ്റിൽ വേദന വന്ന് ഇവിടെ കൊണ്ടുപോയിട്ട് ഇന്ന് 4 ദിവസമായുണ്ട്. ഈ 4 ദിവസം കൊണ്ട് കുഞ്ഞിന് ഭയങ്കരമായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടായിട്ട് ഞങ്ങൾ എന്നിട്ടും ചോദിക്കുന്നുണ്ട്, ആശുപത്രി കൊണ്ടുപോവാം, വേറെ മാറി കൊണ്ടുപോവാം. ഇവര് സമ്മതിക്കുന്നില്ല, ഒരു കാണുന്ന സമ്മതിക്കാറുണ്ട്. ഇന്നലെയും ചോദിച്ചു, അപ്പൊ പറയുമ്പോ എല്ലാം ടെസ്റ്റുകളാണ് നടത്താൻ ആവശ്യപ്പെടുന്നത്. ആ ടെസ്റ്റ് എല്ലാം നടത്തുന്നുണ്ട്. ഇത് നടത്തുന്നുണ്ടെങ്കിലും എന്റെ കുഞ്ഞിനെ വേറെ ഹോസ്പിറ്റലിലോട്ട് വിടാൻ അവർ തയ്യാറാകുന്നില്ല. എന്നിട്ട് ഇന്ന് രാവിലെ എന്റെ വൈഫ് ചോദിച്ചു, എന്റെ വൈഫ് പറഞ്ഞു വേറെ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോകാം. എന്നിട്ട് വല്ല കൂട്ടാക്കിയല്ലേ, പിന്നെ പിടിച്ചു പോയി ശരീരം മൊത്തം തണുത്തിരിക്കുന്നു കുഞ്ഞിന്. അപ്പൊ പെട്ടെന്ന് എന്റെ വൈഫ് എന്നിട്ട് നേഴ്സുമാരെടുത്ത് പറഞ്ഞു. നേഴ്സുമാർ വന്ന് പെട്ടെന്ന് ഡോക്ടറെ സമീപിക്കുകയും ഡോക്ടർ പെട്ടെന്ന് തന്നെ ഐസിയുലോട്ട് മാറ്റി ചെയ്തത്. അപ്പൊ അവർക്ക് അവിടെ വെച്ച് തന്നെ ബോധ്യമായി കാണും ഇതുപോലുള്ള അവസ്ഥയാണ്, കുഞ്ഞ് മരിച്ചിട്ടുണ്ട്. ഐസിയു കയറ്റി കഴിഞ്ഞാൽ നമ്മൾ ഐസിയു കയറ്റി അവിടെ നിന്നാണ് മരണം സംഭവിച്ചതെന്ന്. എബനേസർ വലിയ ഹോസ്പിറ്റലാണ്, പക്ഷേ ഒരു ഫെസിലിറ്റി ഇല്ലാത്തൊരു ഹോസ്പിറ്റലാണ്. ചുമ്മാ പാവപ്പെട്ടവന്റെ കാശ് വാങ്ങിക്കുക, അതാണ് അവരുടെ ലക്ഷ്യം. അതാണ്. പൊട്ടന്മാരെ കുറേ ഡോക്ടർ എന്തൊക്കെ നമ്മുടെ ജീവൻ കളഞ്ഞിട്ട് പെട്ടെന്ന് പോലീസിനെ വിളിക്കുക, അവർ അഭയം തേടാൻ വേണ്ടി, അവരുടെ നിലനിൽപ്പിന് വേണ്ടി അവർ പോലീസിനെ വിളിക്കുക. അതത്ര ശരിയുള്ള കാര്യം. നമ്മുടെ ജീവനാണ്, നമുക്കാണ് നഷ്ടപ്പെട്ടു പോകുന്നത്. തുടർന്ന് നേരിയ സംഘർഷവും ഉണ്ടായി. കായംകുളം ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ പോലീസ് സ്ഥലത്തെത്തി. അതേസമയം കുട്ടിയുടെ മരണകാരണം ചികിത്സാപ്പിഴവല്ലെന്നും മരണത്തിന് കാരണം ഹൃദയസ്തംഭനമാകാമെന്നും ആശുപത്രി അധികൃതർ പറയുന്നു. CDNet ന്യൂസ്, കായംകുളം.